नाम तेरो आरती भजन मुरारे हर के नाम बिन झूठे सगल पसारे। अरे भैया खाना तैयार है, आओ खाना खाओ। तेरो और सा नाम तेरा। അമ്മേ, കേരളത്തിൽ നിന്നാണോ? എന്റെ പേര് സുകുമാരൻ. എന്തെങ്കിലും സഹായം വേണോ? വേണമെങ്കിൽ പറയൂ. നിങ്ങളെ കണ്ടിട്ട് കുറെ നാളായി അലഞ്ഞു തിരിയുന്നത് പോലെ തോന്നി. പണം എന്തെങ്കിലും ഒന്ന് പോയി തരാവോ? അല്ല, അത് ഞാൻ നിങ്ങളൊരു നല്ല ചെറുപ്പക്കാരനാണെന്ന് തോന്നി, അതാ. നല്ല ചെറുപ്പക്കാരൻ? എന്റെ തല പൊളിയുന്നു. എത്ര നാളായെന്നോ ഞാനൊന്ന് ഉറങ്ങിയിട്ട്. ഇവിടെ തീർത്ഥാടകർക്കായി ഒരു സത്രമുണ്ട്. ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾക്കൊരിടം ഞാൻ അവിടെ സജ്ജീകരിക്കാം. വരൂ. രാവിലെ ഒരു ചായ പതിവുണ്ടെങ്കിൽ ദാ. നന്നായി ഉറങ്ങിയോ? നിങ്ങൾ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ആരുമല്ല. എന്നെ അറിയുക പോലുമില്ല. ഒരുപക്ഷെ അറിഞ്ഞാൽ നിങ്ങൾ എന്നെ ആട്ടിപ്പായിക്കും. ഏയ്, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. പിന്നെ അന്യനാട്ടിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ മലയാളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമുണ്ടല്ലോ. ഞാൻ അങ്ങനെ സ്നേഹിക്കപ്പെടാൻ ഒരർഹതയുമുള്ള മലയാളിയല്ല, മനുഷ്യനുമല്ല. സ്നേഹത്തിന് അങ്ങനെ അർഹതയൊക്കെ ഉണ്ടോ കൂട്ടുകാരാ? അല്ല, പേര് പറഞ്ഞില്ല. ബാലു. എലന്തൂരാണ് വീട്. വിരോധമില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്നൊന്ന് പറയാമോ? പറയാം. എക്സൈസിൽ ഉദ്യോഗസ്ഥനായ കരുണന്റെയും സ്കൂൾ ടീച്ചറായ രാധമ്മയുടെയും മകനായി എന്റെ ജീവിതം ആരംഭിച്ചു. കൂടപ്പിറപ്പായി എന്റെ ചേച്ചിയും. ബാലു മോനെ, നീ അപ്പുറത്ത് പോയിരുന്ന് കളിച്ചോ. ചേച്ചിക്ക് വയ്യ. ചേച്ചിക്ക് പനിയാണോ? ആ, പനിയാ. എന്നാലേ ഞാനൊരു ഇഞ്ചക്ഷൻ തരട്ടെ. അതിന് നീ ഡോക്ടറാണോ? ഇപ്പോഴല്ല, പക്ഷെ വലുതാകുമ്പോ ഞാൻ ഡോക്ടറാവും. അവനോട് പോയി പണി നോക്കാൻ പറ. ഇക്കാര്യണ ഉള്ളിടത്തോളം കാലം എന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ കൂടെ ആയിരിക്കും. അതാണ് സാറേ ഞങ്ങളുടെ ധൈര്യം. പിന്നെ സാറേ, നമ്മുടെ മുതലാളിയുടെ ബാറിന്റെ സാങ്ഷൻ നാളെ തന്നെ ഒന്ന് ശരിയാക്കി തരണേ. ഞങ്ങൾ ഇനിയും ഒന്ന് കണ്ടോളാം സാറിനെ ചേച്ചിനെ. ചേച്ചിക്ക് ഞങ്ങളെ അത്ര പിടിച്ചിട്ടില്ല സാറേ. അതിന് അവളുടെ ഇഷ്ടം ആർക്കറിയണം? ഇത് എന്റെ വീട്, എന്റെ ഇഷ്ടം. സാറൊരു ഒറ്റയാൻ തന്നെ, ആർക്കും നെരുങ്ങാത്ത ഒറ്റയാൻ. എടി, നിന്റെ പഠിപ്പിക്കലൊക്കെ അങ്ങ് പള്ളിക്കൂടത്തിൽ മതി. എവിടെ ഇറക്കാൻ നോക്കിയാലുണ്ടല്ലോ ഞാൻ. കള്ളും കുടിച്ച് നേരും നെറിയുമില്ലാത്തവന്മാരുടെ വാക്കും കേട്ട് നിങ്ങളും ഈ കുടുംബവും നശിക്കുന്നത് അറിയുന്നില്ലേ മനുഷ്യ? ഓ, പിന്നെ ഒരു സത്യവതി വന്നേക്കുന്നു. എടി, എന്റെ കാശ് കൊണ്ടാ ഈ വീടും സ്റ്റേറ്റസും ഒക്കെ ഉള്ളത്. എന്നിട്ട് എന്ത് കാര്യം? നാട്ടുകാര് കൈക്കൂലിക്കാരുണെന്നല്ലേ വിളിക്കുന്നത്? അതേടി, കൈക്കൂലി ഞാൻ മേടിക്കും. അത് എന്റെ ജോലിയുടെ ഒരു പവറാണ്. അത് വെച്ച് മേടിക്കുന്ന ചോറ് കഴിക്കാൻ പോയെങ്കിൽ ഇറങ്ങി പോടിയോടുന്ന്. അമ്മ കരയാതെ, ഞാൻ വലുതാവുമ്പോ അമ്മേനെ ഒത്തിരി ചിരിപ്പിക്കാം. വർഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അമ്മയ്ക്ക് കൊടുത്ത സത്യങ്ങൾ മറന്ന് ഞാൻ അച്ഛന്റെ മകനായി വളർന്നു. ഇതിനിടയിൽ ഒരു കൈക്കൂലി കേസിൽ അച്ഛൻ ജയിലിലായി. പല സാമ്പത്തിക ക്രമക്കേടുകളും നടത്തിയതിന്റെ പേരിൽ വർഷങ്ങളോളം ജയിൽ ശിക്ഷ വിധിച്ചു. ഇലന്തൂർ പഞ്ചായത്തിലെ എൻ്റെ സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്ന് വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടെയുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു ഡോക്ടർ, നമുക്കൊരു ഡോക്ടർ, ഡോക്ടർ ബാലു കരുണൻ. അമ്മയ്ക്ക് സന്തോഷമായടാ.
നമ്മൾ ഇനി അന്തസ്സായിട്ട് ജീവിക്കും. ശരിയാ, ഇനി ഡോക്ടറിന്റെ പെങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചെത്തി നടക്കാലോ. എടി ചേച്ചി, ഇത് ഞാൻ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത ഡിഗ്രിയാണ്. അല്ലാതെ നിന്നെ പോലെ വല്ലവരെയും പ്രേമിച്ചും തേച്ചും കിട്ടിയതല്ല. അമ്മേ, ഇവിടെ ഇനി പഠിക്കാനൊന്നും വിടണ്ട, പെട്ടെന്ന് കെട്ടിച്ചു വിടാം. അതെ, ഞാൻ തീരുമാനിച്ചോളാം. അമ്മേ, ഇവൻ സംസാരിക്കുമ്പോഴേ അച്ഛൻ സംസാരിക്കും പോലെ ഉണ്ട്. നീ വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കാതെ നിമ്മി. അത് പറഞ്ഞപ്പോഴാ എനിക്കിനി അവന്റെ കല്യാണം ഒന്ന് കാണണം ഉടനെ. ആ അമ്മേ, ഞങ്ങളുടെ കോളേജിലെ ജൂനിയറായി പഠിച്ച ഒരു കുട്ടിയുണ്ട്, നല്ല മിടുക്കിയ. ദാ എന്തുന്നാ പേര്? നല്ല ഐശ്വര്യമുള്ള കുട്ടി, ഇന്ദു. അങ്ങനെ ഒരുപാട് മോഹങ്ങളുമായി അവൾ ഇന്ദു എന്റെ ജീവിതത്തിലേക്ക് വന്നു. പ്രമദം സുഖമദനം സദഹര ഈശ്വരീ സർവസമൃദ്ധമേ മംഗല്യം. अगर आप टॉस जीते तो आंखें मूंद के कीजिए बैटिंग और बना दीजिए टेल्स इज द कॉल. അതെ ബാലുവേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്താ? നമുക്കിന്ന് മോഹൻലാലിന്റെ പുതിയ സിനിമ കാണാൻ പോയാലോ? തുടരും. നല്ല അഭിപ്രായമാ. ഞാൻ കണ്ടു. നിനക്ക് ആ സിനിമ ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. അത് കണ്ടു നോക്കിയാലല്ലേ അറിയൂ. എനിക്ക് നേരമില്ല. അടുത്ത സിനിമയ്ക്ക് അങ്ങനെ നോക്കാം. ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് 1 വർഷമാകുന്നു. ഇതുവരെ ഒരുമിച്ച് എവിടെയെങ്കിലും പോകാനോ ഒരു ചായ പോലും ഒരുമിച്ച് കുടിക്കാനോ നിങ്ങൾക്ക് നേരമുണ്ടോ? നിന്നെ കെട്ടിക്കൊണ്ടുവന്നതേ നീ പറയുന്ന പോലെ സിനിമയ്ക്ക് പോകാനും കറങ്ങി നടക്കാനും വേണ്ടിയല്ല. അല്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്കൊരു വേലക്കാരി മതി. ഓ അല്ല, നിങ്ങൾക്ക് വേണ്ടത് ഒരു അടിമയാണ്. ഓ, തുടങ്ങി അവളുടെ ഒരു ഫെമിനിസം. നിൽക്ക്, ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ രണ്ടുപേരും സന്തോഷമായിരിക്കുന്ന സമയത്ത് പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അങ്ങനെ ഒരു നേരം ഇന്ന് മെലോഡ്രാമ കളിക്കാതെ ഒന്ന് പറഞ്ഞു തൊലക്കേ. ഞാൻ പ്രഗ്നന്റ് ആണ്. നിങ്ങളൊരു അച്ഛനാകാൻ പോകുന്നു. ഒന്നും പറയാനില്ലേ? ഓ, എന്തു പറയാൻ? ലോകത്തിലെ ആദ്യത്തെ പ്രസവം ഒന്നല്ലല്ലോ. വേണേ നീ നിന്റെ വീട്ടിൽ പൊക്കോ. ഇവിടെ ഇപ്പൊ എന്റെ കാര്യങ്ങൾ നോക്കാൻ അമ്മയുണ്ടല്ലോ. അമ്മ അറിഞ്ഞോ? ഇല്ല, ബാലുവേട്ടനോട് പറഞ്ഞിട്ട്. എന്നാ പറഞ്ഞേക്ക്. ഡോക്ടർ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? 2 ദിവസമായി കുഞ്ഞിന് ശ്വാസമുട്ടലൊന്നും ഇല്ല അല്ലേ മോളെ? വെറും ഒരു ശ്വാസമുട്ടലായി നമുക്കിതിനെ കാണാൻ പറ്റില്ല. കാര്യങ്ങൾ കുറച്ച് ക്രിട്ടിക്കലാണ്. എത്രയും വേഗം ഒരു സർജറി വേണ്ടിവരും. സർജറിയോ? ഇത്രയും ചെറിയ കുഞ്ഞിനെ? ശരിക്കും കുഞ്ഞിന് ഈ സിംറ്റംസ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇവൻ ജനിച്ച മുതലേ ചില വയ്യായികൾ ഉണ്ടായിരുന്നു. ഞാൻ ബാലുവേട്ടനോട് പറഞ്ഞതാ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാമെന്ന്. പക്ഷേ ഞങ്ങൾ വൈകിപ്പോയോ ഡോക്ടർ? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം സർജറി നടക്കട്ടെ. അതാണ് ഇപ്പോൾ ഉള്ള ബെസ്റ്റ് ഓപ്ഷൻ. ബാലുവിനോടൊന്ന് സംസാരിക്കാമോ ഡോക്ടർ? നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ലേ? ഞാൻ സംസാരിക്കാം. അമ്മേ, എനിക്കെന്തോ വല്ലാത്ത ഒരു പേടി. നീ ധൈര്യമായിരിക്കെ. നമുക്ക് അടുത്ത കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ബാലുവേട്ടാ, നമ്മുടെ മോൻ, നമ്മൾ എന്ത് ചെയ്യും? നീ ഇത്ര പ്രശ്നം ഉണ്ടാക്കാനുള്ള കാര്യമൊന്നുമില്ല. ഇതൊക്കെ പല കുട്ടികൾക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ്. പിന്നെ ഡോക്ടർ റോയ് പറഞ്ഞ പോലെ എടുത്തു ചാടി ഒരു സർജറി ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ അത് മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷൻ എന്നാണല്ലോ ഞങ്ങളോട് ഡോക്ടർ റോയ് പറഞ്ഞത്. ഓ, അപ്പൊ എന്നേക്കാ വിശ്വാസം നിനക്ക് അവനെയാണ്. അങ്ങനെയല്ല, എന്റെ മോന്റെ ലൈഫ് വെച്ച് എനിക്ക് ഒരു ഭാഗ്യ പരീക്ഷണത്തിന് വയ്യ ബാലുവേട്ട. ഓ, നിന്റെ മകൻ നിന്റെ മാത്രം മകനാണെങ്കിൽ നീ കൊണ്ടുപോയി ചികിത്സിക്ക്. നിങ്ങളുടെ മനസ്സ് ഇത്രയ്ക്കും ദുഷിച്ചതാണോ? എന്റെ സ്വസ്ഥത പോയിരിക്കുക. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? നിങ്ങളുടെ കാര്യങ്ങളിൽ തലയിടരുതെന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷേ ക്ഷമയ്ക്കൊരതിരുണ്ട്. ബാലു, നീ ഇവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കാനല്ല. അവള് വന്നു കയറിയ അന്നു മുതൽ ഞാൻ കാണുന്നതാ നിനക്ക് അവളോടുള്ള ഈ അവജ്ഞ. മോളെ, നിന്നെ എനിക്ക് മനസ്സിലാവും. ഇതുപോലെ ഒരുപാട് കണ്ണീര് കുടിച്ചതായി അമ്മ. എനിക്ക് സഹിക്കാനാവുന്നില്ല. അമ്മയ്ക്ക് ഇതൊക്കെ പ്രശ്നമാണെങ്കിൽ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. ഇതിപ്പോ എന്റെ വീടാണ്. അപ്പോ എന്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടക്കേണ്ടത്. അറിയാമടാ, ഈ ദിവസത്തെ ഞാൻ എന്നും ഭയപ്പെട്ടിരുന്നു.
ഞാൻ ഇറങ്ങും. അന്ന് പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോകും. എന്നെ തടയരുത് മോളെ. പണ്ട് ഇവന്റെ അച്ഛന്റെ ആട്ടും തുപ്പും ഞാൻ സഹിക്കേണ്ടി വന്നു. ഇനിയും അതേ പടുകുഴിയിലേക്ക് ഞാനില്ല. അമ്മയെ പറ്റി ഞാൻ പിന്നീട് അന്വേഷിച്ചതേയില്ല. ഇന്ദുവും ഞാനും ഒരു വീട്ടിലെ രണ്ടപരിചിതരായി മാറി. എനിക്കുണ്ടായിക്കൊണ്ടിരുന്ന നഷ്ടങ്ങളൊന്നും വകവയ്ക്കാതെ ദിവസങ്ങൾ യാന്ത്രികമായി ഞാൻ തള്ളി നീക്കി. ആ ചേച്ചി കേറി വാ. എന്തൊരു കോലമാടി, നീയൊന്നും കഴിക്കുന്നില്ലേ? ഓ, അതൊക്കെ അങ്ങനെ കിടക്കും. അമ്മയ്ക്ക് സുഖമാണോ? അമ്മ എപ്പോഴും വിഷമത്തിലാണ് നിന്റെ കാര്യവും ഓർത്ത്. അവൻ എവിടെ? എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. എനിക്കറിയില്ല. എന്തായാലും ചേച്ചി വന്നല്ലോ. എനിക്ക് വിശ്വസിക്കാൻ വയ്യ നിന്റെ ഈ മാറ്റം. ശബ്ദത്തിലും രൂപത്തിലും. കോളേജിൽ സ്റ്റാർ ആയിരുന്ന നീ ഇങ്ങനെ ഒതുങ്ങി പോയല്ലോ. എനിക്കങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നെന്ന് പോലും ഞാൻ മറന്നുപോയി. ഇവിടെയുള്ള ഒരാൾ എന്നും തിരക്കിലല്ലേ. എന്റെ വ്യത്യാസങ്ങളൊന്നും ആരും അറിയാറില്ല, ഞാൻ പറയാറുമില്ല. ഇന്ദു, യു നീഡ് ഹെൽപ്പ്. അത്രയും ഡിപ്രസ്ഡ് ആണ് നീ. ഒരു മെന്റൽ അബ്യൂസ് ആണ് നീ അനുഭവിക്കുന്നത്. അതെ ചേച്ചി, ചിലപ്പോഴൊക്കെ എനിക്കെന്റെ കുഞ്ഞിന് വേണ്ടെന്ന് തോന്നും. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാ മതി എന്ന് തോന്നും. പക്ഷെ എങ്ങോട്ട്? അച്ഛനെ അമ്മയെ ഓർക്കുമ്പോൾ അവരെ വിഷമിപ്പിക്കാനും വയ്യ. നീ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക പെൺകുട്ടികളുടെയും മനസ്സാണ്. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നിന്നെ പോലെ സ്മാർട്ടായിരുന്ന ഒരു പെണ്ണ് ഈ അവസ്ഥയിലാവാൻ പാടില്ല. ഞാൻ നിന്നെ സഹായിക്കാം, നീ ഒന്നും നഷ്ടപ്പെടുത്തേണ്ട. പക്ഷേ ഇപ്പോഴുള്ള ഈ മെന്റൽ സ്ട്രെസ്സിൽ നിന്ന് നീ പുറത്ത് വന്നേ പറ്റൂ. അയ്യോ ചേച്ചി, മോന് തീരെ വയ്യ. എത്രയും വേഗം ഹോസ്പിറ്റലിൽ സോറി ഇന്ദു, ഇറ്റ്സ് ടു ലേറ്റ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബാക്കി ഫോർമാലിറ്റീസ് ഞാൻ ബാലുവുമായി ഡിസ്കസ് ചെയ്തോളാം. ഓക്കെ, ആ ആംബുലൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വൈകിട്ടത്തേക്ക് എത്തിക്കോളും. ശരി, താങ്ക് യു. ബാലു, ഐ കാൺ ബിലീവ് നീ ഇത്ര ഇറസ്പോൺസിബിൾ ആയി പോയല്ലോ. ഞാൻ ഇത്രയും ക്രിട്ടിക്കലാകുമെന്ന് വിചാരിച്ചില്ല എന്നാവും. ഈ സമയത്ത് പറയുന്നത് ശരിയല്ല, എന്നാലും പറയുകയാണ്. നിന്റെ കുഞ്ഞിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെയാണ്. അത് ഞാൻ ഒരു ഡോക്ടറായിരിക്കെ നിന്റെ കുഞ്ഞിന് ഇത് ഒരിക്കലും സംഭവിക്കരുതായിരുന്നു. ദിസ് ഈസ് അട്ടർ നെഗ്ലിജൻസ്. ഞാൻ ഇത് ഉറപ്പായും ചൈൽഡ് വെൽഫെയറിനെ റിപ്പോർട്ട് ചെയ്യും. ഇന്ദു, ഇന്ദു, എല്ലാരും പോയി അല്ലേ? അച്ഛാ, എന്നെ ഒന്ന് എടുക്കാമോ? അച്ഛാ, എന്റെ നെഞ്ചു വേദനിക്കണോ? എനിക്ക് ചവിട്ടുന്നു. എനിക്ക് മരുന്ന് തരാമോ അച്ഛാ? മോനെ, എന്റെ പൊന്നു മോനെ, ഈ അച്ഛൻ മോനെ. അയ്യോ, എനിക്കിനി ആരുമില്ല. അയ്യോ, ഒരച്ഛൻ എന്ന നിലയിൽ തോറ്റുപോയ ആളാണ് ഞാൻ. അച്ഛൻ മാത്രമല്ല, മകൻ, ഭർത്താവ്. അഹംഭാവത്താൽ വലത്ത് കണ്ണും അഹങ്കാരത്താൽ ഇടത്ത് കണ്ണും ചൂഴ്ന്നു പോയ ഞാൻ എന്റെ കുടുംബത്തിന്റെ തന്നെ അന്തകനായി. ബാലു, നീ തകർന്നു പോകരുത്. അഹങ്കാരത്തിന്റെ ഗോപുരമുകളിൽ നിന്ന് ഒരു തിരിഞ്ഞു നോട്ടം നല്ലതാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട്
7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്ത വാർത്ത നീയും വായിച്ചു കാണുമല്ലോ. അതെന്റെ കുടുംബമാണ്. ഇന്നെനിക്ക് തിരിച്ചു പോകാൻ എന്റെ ഭാര്യയോ മക്കളോ ഇല്ല. എന്നെ കാത്തിരിക്കാൻ ആരുമില്ല. ബാലു, നീ കണ്ണുനീരിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട നിന്റെ കുടുംബം ഒരുപക്ഷെ നിന്നെ കാത്തിരിപ്പുണ്ടെങ്കിലോ? പോകൂ ബാലു, നിനക്കിനി സമയമുണ്ട്. ദേ, ബാലു ഇപ്പോഴെത്തും. ഞാൻ അവനോട് കാര്യങ്ങൾ സംസാരിക്കാം. നീ വെറുതെ അവന്റെ അടുത്ത് ദേഷ്യപ്പെടരുത്. നീ ബാലു, നീ കേറി വാടാ. ചേച്ചി. അത് പോട്ടെ, നീ അത് കാര്യമാക്കണ്ട. വാ, നീ ഇരിക്കേ. എല്ലാവരും എന്നെ വെറുക്കുന്നുണ്ടാവും, അമ്മയും ചേച്ചിയും ഇന്ദുവും. എന്നാൽ നീ ഇന്ന് അവരെയൊക്കെ വെറുക്കുന്നുണ്ടോ ബാലു? നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെ തിരികെ സ്നേഹിക്കാനാണ്. നമ്മുടെ മുഖമൊന്ന് വാടിയാലോ, ശബ്ദമൊന്നടറിയാലോ നമ്മളെ തിരിച്ചറിയുന്നവരാണ്. തെറ്റുകൾ വലുതായിരിക്കാം, പക്ഷേ അതൊരിക്കലും മാപ്പർഹിക്കാത്തവയല്ല. മക്കളെ, നിങ്ങള് ബാലുമോന്റെ ക്ലാസ്സിലെ കുട്ടികളല്ലേ? വാ കേറി വാ, ഞാൻ ഈ പായസം തരാം. ഇന്ന് ബാലുമോന്റെ പിറന്നാളാ. അമ്മ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും അമ്മ അനുഭവിച്ച ദ്രോഹവും കുത്തുവാക്കുകളും അവരുടെ മനസ്സിന്റെ താളം തെറ്റിച്ചു കളഞ്ഞു. പാവം. ഒന്നും വൈകിയിട്ടില്ല ബാലു. പ്രശ്നങ്ങൾ നേരിടാത്ത മനുഷ്യരുണ്ടോ? നഷ്ടപ്പെട്ട നമ്മുടെ കുടുംബം തീർച്ചയായും നിനക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. ഞാൻ അമ്മയെ കൊണ്ടുപോവുകയാണ്. ഇനി എനിക്ക് ഇന്ദുവിനെ കൂടി കാണണം. ഇന്ദു ഇവിടെയുണ്ട്. അമ്മയെ കാണാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. നീ ഇന്ന് വരുമെന്നറിഞ്ഞപ്പോ ഞാൻ അവളോടും വരാൻ പറഞ്ഞു. നിങ്ങൾ സംസാരിക്കിനി. ഞാൻ പറയുന്ന വാക്കുകൾക്ക് നിന്നെ ഏതെങ്കിലും രീതിയിൽ സമാധാനിപ്പിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും പറയുക. കഴിഞ്ഞ കുറെ ദിവസങ്ങൾ എന്നെ ഏറെ വേട്ടയാടിയ നിമിഷങ്ങൾ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. നിങ്ങളോടൊക്കെയുള്ള എന്റെ പെരുമാറ്റം, അവഗണന, അരുതെന്നുറപ്പുണ്ടായിട്ടും ചെയ്തു പോയ ചില തെറ്റുകൾ, എല്ലാറ്റിനും ഒരു വാക്ക് മാപ്പ്. ഈ നിമിഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് വിചാരിക്കുന്ന ഒരാളില്ലേ, നമ്മുടെ കുഞ്ഞ്. അവന്റെ കൂടെയാ എൻ്റെ മനസ്സിപ്പോ, എൻ്റെ മരവിച്ച മനസ്സ്. വേദനകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അത് മരവിപ്പ് മാത്രമായിരിക്കും. നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതം വീണ്ടും തുടങ്ങാൻ എനിക്ക് നീ ഒരു അവസരം കൂടി തന്നിരുന്നെങ്കിൽ. ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. തനിച്ചാക്കിയ ഇടങ്ങളും മരണത്തോളം വേദന തന്ന മനുഷ്യരെയും. ബാലുവേട്ടനെ ഞാൻ വെറുത്തിട്ടില്ല ഒരിക്കലും. പക്ഷെ മുറിവുകൾ ഉണങ്ങാത്ത ഈ മനസ്സുമായി ഞാൻ അത് വേണ്ട. സ്നേഹിച്ചോറും തീയായി പോയി വീഷണ പോലെ. മോളെ, നീയും വാ. വരും, വരാതിരിക്കില്ല. കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥനയില്ലല്ലോ. കാറും പോയി മഴയായി തൂകി പിന്നോട്ട് നോക്കാൻ വിറയ്ക്കണ പാട്, ചങ്കിനുള്ളിൽ കുളിരണ പാട്ട്, തഞ്ചത്തി താളം പിടിക്കണ പോലെ.